നമസ്കാരം. അടുത്തിടെ മലയാള സിനിമയിൽ ഇതിഹാസയിലൂടെ ഇതിഹാസം കുറിച്ച് ഷൈൻ ചെയ്ത യുവനടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് തെളിയിച്ചു. ഒരു പൊതി കഞ്ചാവും 4 മോഡലുകളുമുണ്ടെങ്കിൽ പുതിയ ഇതിഹാസം കുറിക്കാമെന്ന് ഷൈൻ കാണിച്ചു തന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പേരിൻ്റെ അവസാനം തെളിഞ്ഞു കാണുന്നത് ചാക്കോ എന്നാണോ സഞ്ചി എന്നാണോ പൊതി എന്നാണോ എന്നേ ഇനി അറിയാനുള്ളൂ. ഏതായാലും ഷൈൻ ടോം ചാക്കോ, ഷെയിം ടോം ചാക്കോ. സ്വാഗതം ഈ ലഹരിയിലേക്ക്, സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. ആദ്യം ഓട്ടപ്രദക്ഷിണം, അജണ്ട. ചുണ്ടിന് മേൽക്കൂര മാതിരി മീശ, അലക്കി തേച്ച കതറും UP സ്കൂൾ ഹെയർ സ്റ്റൈലും. പ്രകാശം പരക്കട്ടെ. ജനങ്ങളെ നമ്മൾ വിഡ്ഢികളാക്കരുതല്ലോ, ജനങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. 9/6 തങ്കക്കട്ടി. അപ്പൊ ഞാനിങ്ങനെ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അഴിമതിക്കാരനാകും. അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്തൊരു പ്രസക്തി? ഞാനിങ്ങനെ അഴിമതിക്കാരനാ, അഴിമതിയാ, ബാർക്കോഴ. മേളിലൊരാളുണ്ട്, പുള്ളി കൂടെ തീരുമാനിക്കും. ദൈവമുണ്ട്. ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അയ്യോ, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ മറുപടി പറയും. ചേട്ടനാണ് ചേട്ടൻ. ഇതൊക്കെ എന്ത്? കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം. ഈ ജയരാജനും തെറ്റുപറ്റാം. നല്ല ബെസ്റ്റ് പേരല്ലേ. പാതയോരത്ത് പൊതുയോഗം നടത്താനും മതഘോഷയാത്ര നടത്താനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്റെ ഈ ചെറിയ കഥ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. മണി എന്നാൽ പണം എന്നർത്ഥം. മണിയോട് ആർത്തി മൂത്താൽ മാണി എന്നാകുമെന്ന് വാട്സാപ്പിലെ അത്യുഗ്രൻ ആപ്പ്. ബാർക്കോഴയ്ക്കിങ്ങനെ. അക്കണക്കിന് ജുവലറിക്കാരുടെ പണം വാങ്ങിയെന്ന ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ മാണിയെ ജോസ്കോ മാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചേനെ. ജോസ് കെ മാണിയോട് ചേർന്ന് നിൽക്കുന്ന പേര് അച്ഛന് വീണു കിട്ടിയേനെ എന്ന്. ഏതായാലും മാണിയെ പാലയിലോ പാലമരത്തിലോ തളയ്ക്കാനാണ് എല്ലാവരുടെയും പരിശ്രമം. അത് പാഴ്ശ്രമമാകുമെന്നാണ് മാണി സാർ തറപ്പിച്ചു പറയുന്നത്. ഏതായാലും പിള്ള വെറും പിള്ളയല്ലെന്ന് വീണ്ടും തെളിയിച്ചു. തങ്കച്ചനെ നോക്കി നീ തങ്കച്ചനല്ലടാ പൊന്നച്ചനാണെന്ന് ഉറക്കെ പറഞ്ഞു വിട്ടാൽ പോകാമെന്നും ഇല്ലെങ്കിൽ വലത്തിരുന്ന് വലി നടത്തിക്കൊള്ളാമെന്നും ആവർത്തിച്ചു പറഞ്ഞു. ചുണ്ടിന് മേൽക്കൂര മാതിരി മീശ, അലക്കി തേച്ച കതറും UP സ്കൂൾ ഹെയർ സ്റ്റൈലും. പ്രകാശം പരക്കട്ടെ. കഴിഞ്ഞ 50 വർഷക്കാലത്തെ നിയമസഭ എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. 14-ാം വയസ്സ് മുതൽ മുദ്രാവാക്യം വിളിച്ച് തളമ്പിച്ച കയ്യായത് കണ്ടാ തോന്നുവോ? എന്നെ എല്ലാവർക്കും അറിയാം. എന്നെ പിന്താങ്ങുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. 12 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ജനങ്ങൾക്കറിയാം. പാലായിലെ എന്റെ സമ്മതക്കാർക്കറിയാം, കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം, എന്നെ എല്ലാവർക്കും അറിയാം. ജനങ്ങളെ നമ്മൾ വിഡ്ഢികളാക്കരുതല്ലോ, ജനങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. 9/6 തങ്കക്കട്ടി. അതുകൊണ്ടാണല്ലോ എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പണം ആരോ വാങ്ങിയിട്ടുണ്ട്, ആരോ പണം വാങ്ങി. ഇതെന്താ അതിന്റെ സത്യം? നേരിട്ട് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ, എന്തൊരു സാഹചര്യം വേണ്ടേ, എന്തെങ്കിലും വസ്തുത വേണ്ടേ? അയ്യോ, അപ്പൊ ഞാനിങ്ങനെ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അഴിമതിക്കാരനാകും. അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്തൊരു പ്രസക്തി? നാട്ടുകാരെല്ലാം കേൾക്കുന്നതുകൊണ്ട് എനിക്ക് മൂന്നാം തരം മറുപടി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ അഴിമതിക്കാരനാ, അഴിമതിയാ, ബാർക്കോഴ. അതായത് പറഞ്ഞ അനുഭവങ്ങളാണ് ഗുരു. സാങ്കല്പിക കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. മേളിലൊരാളുണ്ട്, പുള്ളി കൂടെ തീരുമാനിക്കും. ദൈവമുണ്ട്. തേജോബധം, വ്യക്തി തേജോബധം. അയ്യോ, ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അയ്യോ, ധനമന്ത്രി ജീവിച്ചിരിക്കെ പിന്നെ കൃഷിമന്ത്രി അവതരിപ്പിക്കുമോ, ആരോഗ്യമന്ത്രി അവതരിപ്പിക്കുമോ, വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിക്കുമോ? അത് പറയാനുള്ള മ്ലേച്ഛത്വം എനിക്കില്ല. ധനമന്ത്രി ഞാനാണെങ്കിൽ ഞാൻ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അത് വൃത്തികേടല്ലേ അങ്ങനെ പറയുന്നത്?
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരസ്യ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ളതും ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഒഴിവാക്കണം. അത് തങ്കച്ചൻ പറയേണ്ട കാര്യമൊന്നുമല്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ സംഭാഷണം അതിൽ പല കാര്യങ്ങളോടും UDFന് യോജിക്കാൻ കഴിയില്ല. തങ്കച്ചൻ ചുമ്മാ പറയുന്നില്ല, ചാവേറാ തങ്കച്ചൻ. ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്ന കാര്യമല്ല ആ വാചകങ്ങളിൽ കൂടി കേൾക്കാൻ കഴിഞ്ഞത്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ മറുപടി പറയും. ചേട്ടാ ചേട്ടനാണ് ചേട്ടാ ചേട്ടൻ. അത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഘടകകക്ഷി നേതാവാണ് ശ്രീ ബാലകൃഷ്ണൻ. തങ്കച്ചൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. മുന്നണിയിൽപ്പെട്ട മറ്റൊരു ഘടകകക്ഷി നേതാവിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച ബിജു രമേശിനോട് ഒരിക്കലും അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല. തങ്കച്ചൻ വായി തോന്നുന്നൊക്കെ വിളിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് തങ്കച്ചൻ പറയരുത്. UDFുമായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോവുക, ഇത്തരം ഉള്ള അങ്ങോട്ടും കൂടെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കുക. തങ്കച്ചൻ പറഞ്ഞാൽ തങ്കച്ചൻ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. ഐ ആം സോറി. അല്ല പിള്ളേച്ച, അപ്പോ തങ്കച്ചൻ സാറിന്റെ താക്കീതിന് തീരെ വില കൽപ്പിക്കുന്നില്ല എന്നാണോ? ആരെ? ഏത് സാറ്? UDF കൺവീനർ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യമാണ്, പുള്ളിയുടെ കാര്യമൊന്നും അല്ലല്ലോ. ഐ ആം സോറി. ഇതൊക്കെ എന്ത്? ഈ ഏഷണിയും കള്ളപ്രചരണങ്ങളും കൊണ്ട് എന്നെ തളർത്താമെന്ന് ആരും വ്യാമോഹിക്കണ്ട. എന്റെ മാണി സാറേ, പ്ലീസ്, ആരുടെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടായാലും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും, ഒരിക്കലും ഒഴിഞ്ഞു കളയരുതേ. ധനമന്ത്രി ജീവിച്ചിരിക്കെ പിന്നെ കൃഷിമന്ത്രി അവതരിപ്പിക്കൂ, ആരോഗ്യമന്ത്രി അവതരിപ്പിക്കുമോ, വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിക്കുമോ? ധനമന്ത്രി ഞാനാണെങ്കിൽ ഞാൻ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ജനാധിപത്യത്തെ വെറുതെ നാണം കെടുത്തരുത്. പ്ലീസ് പ്ലീസ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. പ്ലീസ് അങ്ങ് സഹായിക്കണം, പ്ലീസ്. ബഡ്ജറ്റിന്റെ പണിപ്പരയിലാണ് ഞാൻ ഇതുകൊണ്ട് ഒന്നും എന്താ പറയുന്നത്, മനസ്സ് മടക്കുന്ന ഒരാളല്ല. മാണി സാർ എന്തു ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങുമ്പോൾ ജോസഫ് സാറിന് എന്താണ് പണി? മാണി സാറിനെ രക്ഷിക്കണേ എന്നാണോ, മാണി സാറിൻ്റെ മന്ത്രിസ്ഥാനം പോണേ എന്നാണോ എന്നറിയില്ല. ജോസഫ് സാർ നാടുവിട്ട് വീട് വിട്ട് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിക്കും. ഗാന്ധിയൻ രീതിയിൽ രമ്യമായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം ഈശ്വര അല്ലാഹ് തേരോ നാം सबको सन्मति दे भगवान ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान ईश्वर अल्लाह तेरो नाम सबको सन्मति दे भगवान रघुपति राघव राजा राम पतित पावन सीताराम. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഉച്ചവരെ ഉപവാസമാക്കിയത്? വൈകുന്നേരം ഇരിക്കുന്നതാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഞാൻ നിർത്തിയിട്ടില്ല. അല്പം പനിയുണ്ട്, നിർത്തിയിട്ടില്ല, തുടരുക. സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. വരിക വരിക സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. അല്പം പനിയുണ്ട്, നിർത്തിയിട്ടില്ല, തുടരുക. ശുംഭൻ എന്ന വാക്കിന് വലിയ വിലയുണ്ടെന്ന് MV ജയരാജാവിന് മനസ്സിലായി കാണും. 4 ആഴ്ച അഴിയെണ്ണണം. അല്ല, സഖാവിൻ്റെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ കുറേ പുസ്തകങ്ങൾ വായിച്ചു തള്ളണം. ജയിലിലാകെ ശുംഭത്തരങ്ങൾ കാണിക്കണം. മനസ്സിലായില്ലേ? ജയിലിലാകെ പ്രകാശം പരത്തണമെന്ന്. തമ്പ്യദേവൻ രക്ഷപ്പെട്ടു എന്നാര് പറഞ്ഞു നിങ്ങളോട്? പിള്ളച്ചേട്ടാ, തമ്പ്യദേവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ദുഷ്ടനെ പന പോലെ വളർത്തും. ഞാൻ പറഞ്ഞ കഥ എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്? അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ.
ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊണ്ണും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരക്കൂടാക്കും. പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം. ഈ ജയരാജനും തെറ്റുപറ്റാം. നല്ല ബെസ്റ്റ് പേരല്ലേ? 9 ദിവസത്തെ കാരാഗൃഹ വാസത്തിന് നിങ്ങളെ കാണാനും ഈ അനന്തപുരിയുടെ സ്നേഹവായ്പ് ഏറ്റുവാങ്ങാനും എനിക്ക് അവസരം കിട്ടിയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അപൂർവമായ സ്നേഹവായ്പാണ് അനന്തപുരി എനിക്ക് നൽകിയത്. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്, നല്ലവരാര് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. ജയിൽവാസം 9 ദിവസം 12 പുസ്തകങ്ങളാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. ചിഗുവേരിയുടെയും ഫിഡൽ കാസ്ട്രോവിന്റെയും AKGയുടെയും EMSന്റെയും പുസ്തകത്തോടൊപ്പം ഞാൻ വായിച്ച ഒരു പുസ്തകം ഗാന്ധിജിയുടെ പുസ്തകമായി. പാതയോരത്ത് പൊതുയോഗം നടത്താനും മതഘോഷയാത്ര നടത്താനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്റെ ഈ ചെറിയ കഥ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നാടകമേ ഉലകം, നാടകമേ ഉലകം. മണിയും മാണിയും UDFന് ആണിയും ഉമ്മച്ചന് കെണിയുമാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നിവിടെ വാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എൻ്റെ മാണി സാറേ, പ്ലീസ് ആരുടെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടായാലും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. ഒരിക്കലും ഒഴിഞ്ഞു കളയരുതേ. ജനാധിപത്യത്തെ വെറുതെ നാണം കെടുത്തരുത്. പ്ലീസ് പ്ലീസ്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. പ്ലീസ് അങ്ങ് സഹായിക്കണം. പ്ലീസ്. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.